എംടിക്ക് ഇപ്പോൾ കേരളം വിട നൽകുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് എംടിയുടെ കോഴിക്കോട്ടെ വസതിയിൽ നിന്നും. അഭിജിത്ത്, 5 മണിക്കാണ് സംസ്കാരം മാവൂർ റോഡ് ശ്മശാനത്തിൽ. എപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് അവിടേക്ക് കൊണ്ടുപോകും? എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിജിത്ത്? ഉന്മേഷ്, കൊട്ടാരം റോട്ടിലുള്ള സിത്താരയിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് അത് നിലയ്ക്കുന്നില്ല. നിരവധി പേർ രാവിലെ മുതൽ തന്നെ എംടി അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി എത്തിച്ചേരുന്നുണ്ട്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഒരുപക്ഷേ കോഴിക്കോടിൻ്റെ പരിച്ഛേദം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഏത് നിലയിലാണ് കോഴിക്കോടും എംടിയും തമ്മിലുള്ള ബന്ധം. അത് ഒരിക്കലും വേർതിരിച്ച് അല്ലെങ്കിൽ വേർപെടുത്തി പറയാവുന്നതല്ല, വേർപെടുത്തി നിർവചിക്കാവുന്ന ഒരു ബന്ധമല്ല കോഴിക്കോടും എംടിയും തമ്മിലുള്ളത്. അതായത് ചെറുപ്പകാലത്ത് അച്ഛൻ്റെ കൈപിടിച്ച് കോഴിക്കോട്ടേക്ക് എത്തിയത് മുതൽ, പിന്നീട് തൻ്റെ കൗമാരകാലത്ത് കോഴിക്കോട് എത്തിയത് മുതൽ, ജോലി കിട്ടിയതിന് ശേഷം കോഴിക്കോട് എത്തിയത് മുതൽ, അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് കോഴിക്കോടിനെ എംടി നെഞ്ചോട് ചേർത്ത് വെച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാനായി കഴിയും. ഒരുപക്ഷേ അദ്ദേഹം തൻ്റെ സിനിമകളിൽ പലതും എഴുതിയത്, അതിൻ്റെ തിരക്കഥകൾ പലതും രചിച്ചത് കോഴിക്കോട് ഇരുന്നായിരുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പലപ്പോഴായി കോഴിക്കോടിനെ അടയാളപ്പെടുത്തിയ പലരും പറയുന്നത് കേൾക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ കഥയുടെ ബീജം കൂടല്ലൂരാണെങ്കിൽ അത് വളർന്നതും അത് പന്തലിട്ടതും കോഴിക്കോട് വെച്ചായിരുന്നു. അങ്ങനെ കോഴിക്കോടിനെ സ്നേഹിച്ച, കോഴിക്കോടിൻ്റെ തെരുവീഥികളിലൂടെ അങ്ങനെ കോഴിക്കോടിൻ്റെ ഓരോ സ്പർശത്തിലും ഓരോ അംശത്തിലും നിറഞ്ഞു നിൽക്കുന്ന എംടിക്ക് വിട ചൊല്ലാനായി നിരവധി പേർ സിത്താരയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും എംടിയെക്കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരുടെ ഒരു പുണ്യമായിരുന്നു, ഒരു സുഹൃതമായിരുന്നു എംടിയുടെ സാമീപ്യം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. പല സന്ദർഭങ്ങളിലും പല വേളകളിലും ഈ എംടിയുടെ നവതി ആഘോഷത്തിൻ്റെ സമയത്തുൾപ്പെടെ മാധ്യമപ്രവർത്തകർ എംടിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹം പ്രായത്തിൻ്റെ അവശതകളൊക്കെ ഉള്ളപ്പോഴും വീട്ടിലെ ചാരുകസേരയിൽ അദ്ദേഹം ഇരിക്കും. തൻ്റെ കണ്ണട അതിലൂടെ ചെറുതായി ഒന്ന് പാളി നോക്കി എല്ലാവരെയും പാളി നോക്കുന്ന, അങ്ങനെ അത്തരത്തിൽ ഇവിടെ എത്തുന്ന മാധ്യമപ്രവർത്തകർക്ക് ഒപ്പം തന്നെ സന്ദർശകർക്കൊക്കെ തന്നെ എംടിയുടെ സാമീപ്യം അതൊരു പുണ്യമായിരുന്നു. നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിമർശനങ്ങളായിരുന്നു. എംടി പലപ്പോഴും മിതഭാഷിയായിരുന്നെങ്കിൽ കൂടി ശക്തമായ വിമർശനം കൂടി പലപ്പോഴും എംടി നടത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നോട്ടു നിരോധനത്തിൻ്റെ സമയത്ത് അദ്ദേഹം നടത്തിയ വിമർശനം, അതിലെല്ലാം ഉപരി കോഴിക്കോട് അദ്ദേഹം 2019 ഓർമ്മ, അദ്ദേഹം കോഴിക്കോട് നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. അന്ന് തോട്ടത്തിൽ രവീന്ദ്രനായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ മേയർ. അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും ആ വേദിയിലുണ്ടായിരുന്നു. ആ വേദിയിൽ വെച്ച് അദ്ദേഹം സംസാരിച്ചത് പുസ്തകത്തെക്കുറിച്ച്, ആ പ്രകാശനം ചെയ്യാൻ വന്ന പുസ്തകത്തെക്കുറിച്ചായിരുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താൻ നേരിട്ടുകൊണ്ടിരുന്ന കുടിവെള്ളമില്ലായ്മ എന്ന വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ച് ആ വേദിയിലിരുത്തി, മേയറെ മുന്നിലിരുത്തി, ധനമന്ത്രിയെ മുന്നിലിരുത്തി അദ്ദേഹം വളരെ വലിയൊരു വിമർശനം നടത്തുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് മേയർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മളന്ന് കണ്ടതാണ്. പിന്നീട് KLF-ന്റെ വേദിയിൽ അദ്ദേഹം നടത്തിയ വിമർശനം, നേതൃത്വത്തിനെതിരെ, അധികാരത്തിനെതിരെ, അധികാര വാഴ്ചയ്ക്കെതിരെയൊക്കെ അദ്ദേഹം നടത്തിയ വിമർശനം, ഇങ്ങനെ കോഴിക്കോടിൻ്റെ എല്ലാ സാംസ്കാരിക മേഖലകളിലും നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വം അദ്ദേഹത്തിന് എംടിക്ക് വിട നൽകാനായി കോഴിക്കോട് ഒന്നാകെ സിത്താരയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 3:30 മണിയോടുകൂടി ഈ വീട്ടിലെ ഈ പൊതുദർശനം എന്ന് വിളിക്കാമെന്നറിയില്ല, പക്ഷേ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഇതിനുശേഷം 3:30 തന്നെ ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്ക് എത്തിക്കും. അവിടെ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 4 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.